നമസ്കാരം. ഓ ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം 2 42 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം ചിന്തിച്ചിരുന്നു. ഇന്ന് 43 തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്രീ നാരദ മഹർഷി വസുദേവരോട് എന്താണ് വലിയ ദുഃഖം മുഖത്ത് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പുത്രനുണ്ടാകാത്തതിൻ്റെ ദുഃഖമാണെന്ന് വസുദേവർ മറുപടി പറയുന്നു. അപ്പോൾ നാരദൻ ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യത്തെപ്പറ്റി വസുദേവരോട് പറയുകയാണ്. അത് ദേവി ഭാഗവതം കേട്ടാൽ തന്നെ വളരെ പുണ്യമാണ്. പിന്നെ നവരാത്രി വിധി അനുസരിച്ച് ജഗദംബയെ പൂജിച്ചാലുള്ള ഫലം പറയാനുണ്ടോ? അതുകൊണ്ട് ദേവി ഭാഗവത പുരാണം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യണമെന്ന് വസുദേവരോട് നാരദർ ഉപദേശിക്കുന്നു. അപ്പോൾ വസുദേവ ഉവാച. ശ്ലോകം 43. ഭഗവം സ്തവവാക്യേന സംസ്കൃതം വൃത്തമാത്മനഃ ശ്രൂയതാം തച്ച വക്ഷ്യാമി ദേവീ മാഹാത്മ്യസംഭവം. ഹേ നാരദ, അങ്ങ് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നു. ദേവീ മാഹാത്മ്യത്താൽ സംഭവിച്ച ആ കഥ ഞാൻ അങ്ങയോട് പറയാം, കേൾക്കൂ. പുരാ നഭഗിരാ കംസോ ദേവക്യഷ്ടമഗർഭതഃ ജ്ഞാത്വാത്മമൃത്യും പാപോ മാം സഭായാം നിരുണദ്ഭിയാം. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പുരാ നഭഗിരാ കംസോ ദേവക്യാഷ്ടമഗർഭതഃ ജ്ഞാത്വാത്മമൃത്യും പാപോ മാം സഭായാം നിരുണദ്ഭിയാം. പണ്ട് ദേവകിയുടെ 8ാമത്തെ പുത്രനിൽ നിന്ന് മരണം സംഭവിക്കുമെന്ന അശരീരി കേട്ട് ഭയപ്പെട്ട് പാപിയായ കംസൻ എന്നെ സഭയിൽ കടക്കാൻ അനുവദിച്ചില്ല. ശ്ലോകം 45. കാരാഗാരേഹമവശം ദേവക്യാ സഹ ഭാര്യയാ ജാതം സമവധീത പുത്രം കംസോപി പാപകൃത്. എനിക്ക് ഭാര്യയായ ദേവകിയോടുകൂടി കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു. ജനിച്ച ഓരോ പുത്രനെയും പാപിയായ കംസൻ കൊന്നുകൊണ്ടിരുന്നു. ശ്ലോകം 46. ഷഡ്പുത്രാ നിഹതാസ്തേന തദാ ശോകാകുലാഭൃശം അത്യപ്യദ്ദേവകീ ദേവി നക്തം ദിവമനിന്ദിത. അങ്ങനെ 6 പുത്രന്മാരെ കംസൻ കൊന്നു. അത്രയുമായപ്പോഴേക്കും ദേവകീ ദേവിക്ക് ദുഃഖം സഹിക്കാനായില്ല. നിഷ്കളങ്കയായ ദേവകി രാപകൽ വിലപിക്കാൻ തുടങ്ങി. ശ്ലോകം 47. തദാഹം ഗർഗമാഹൂയ മുനിം നത്വാഭിപൂജ്യ ച നിവേദ്യ ദേവകീ ദുഃഖം അവോജം പുത്രകാമ്യയാ. അപ്പോൾ ഞാൻ കുലപുരോഹിതനായ ഗർഗമുനിയെ വിളിച്ചു വരുത്തി പുത്രനെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തെ നമസ്കരിച്ച് പൂജിച്ചതിന് ശേഷം ദേവകിയുടെ ദുഃഖവൃത്താന്തം അറിയിച്ചിട്ട് ഇങ്ങനെ അപേക്ഷിച്ചു. ശ്ലോകം 48.
ഭഗവൻ കരുണാസിന്ധോ യാദവാനാം ഗുരുർഭവാൻ ആയുഷ്മത്പുത്ര സംപ്രാപ്തി സാധനം വദമേ മുനേ. കരുണാനിധിയായ ഭഗവൻ അങ്ങ് യാദവന്മാരുടെ ഗുരുവാണല്ലോ. ആയുഷ്മാനായ പുത്രനെ ലഭിക്കാനുള്ള ഉപായം എന്താണെന്ന് എന്നെ ഉപദേശിച്ചാലും. തതോ ഗർഗപ്രസന്നാത്മാ മാമുവാചദയാനിധിഃ വസുദേവ മഹാഭാഗ ശൃണുതൽ സാധനം പരം. അപ്പോൾ ദയാനിധിയായ ഗർഗ മഹർഷി പ്രസന്നചിത്തനായി എന്നോട് പറഞ്ഞു, മഹാഭാഗനായ വസുദേവ, അതിനുള്ള ഉത്തമമായ ഉപായം എന്താണെന്ന് പറയാം, കേൾക്കൂ. ശ്ലോകം 50. യാ സാ ഭഗവതി ദുർഗാ ഭക്തദുർഗതിഹാരിണി തമാരാധായ കല്യാണിം സദ്യശ്രേയോഹവാപ്സ്യസി. ഭക്തന്മാരുടെ ദുർഗതിയെ നശിപ്പിക്കുന്നവളാണല്ലോ ദുർഗാ ഭഗവതി. മംഗളസ്വരൂപിണിയായ ആ ദുർഗയെ ഭജിക്കൂ, അങ്ങേക്ക് വേഗം ശ്രേയസ്സുണ്ടാകും. യഥാ രാധാനതഃ സർവേ സർവാൻ കാമാനവാപ്നുയാഃ ന കിഞ്ചിദുർലഭം ലോകേ ദുർഗാർച്ചനവതാം നൃണാം. ശ്ലോകം 51-ൻ്റെ അർത്ഥം: എല്ലാവരും ആരെ പൂജിച്ചിട്ടാണോ എല്ലാ അഭീഷ്ടങ്ങളും നേടുന്നത്, ആ ദുർഗാദേവിയെ അങ്ങും പൂജിക്കൂ. ദുർഗാർച്ചനം ചെയ്യുന്നവർക്ക് ദുർലഭമായ ഒരു വസ്തുവുമില്ല ഈ ലോകത്ത്. ശ്ലോകം 52. ഇത്യുക്തോഹം മുദായുക്ത സ ഭാര്യോ മുനിപുങ്കവം പ്രണമ്യ പരമാഭക്ത്യ പ്രാവോചം വിഹിതാഞ്ജലി. എന്നിങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ ഭാര്യയോടൊത്ത് ആ മുനി ശ്രേഷ്ഠനെ നമസ്കരിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് അത്യന്തം ഭക്തിയോടെ ഇങ്ങനെ പറഞ്ഞു. ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യത്തിലെ 52 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു.